ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രാഗോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അഗ്നിയുടെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വന്നേക്കുകയാണ്. എപ്പിസോഡ് നമ്പർ 6 or 4 ഗൈസ്. ഇതിൽ രണ്ടിലേതോ ഒന്നാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ അഗ്നി സവറിലാണ് ഗൈസ്. അപ്പം നമുക്കിന്ന് കൂടുതലൊന്നും പറയാനില്ല, ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാവർക്കും നമ്മുടെ സർവറിലേക്ക് സ്വാഗതം. സർവർ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഗൈസ്. നമ്മൾ അറിയാലോ, നമ്മൾ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ സർവർ അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ സർവർ അപ്ഡേറ്റുമായിട്ടാണ്. സർവർ അപ്ഡേറ്റിലെ ഏറ്റവും ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്നിടത്ത് കയ്യേറട്ടെ ഗൈസ്. സർവർ ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളി എന്താ പറയുക ഫുള്ളി സെറ്റപ്പ്ഡ് ആർമറൊക്കെ ആയിരുന്നു. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്താ ഇതാണ് ഗൈസ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാനിപ്പോൾ പോയി മേടിച്ചിട്ടത്തുള്ളൂ. കാരണം ഗൈസ് അത് കഥ പറയാം. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, വലിയ സ്ട്രീമറാണ് ഗൈസ്. പുള്ളിക്കാരൻ ഞങ്ങളിന്ന് നമ്മുടെ ബില്ലയ്ക്ക് വിതർ സ്കെൽറ്റൻ്റെ ഹെഡ് എടുക്കാൻ വേണ്ടി പോയി ഗൈസ്. അപ്പം ഉണ്ടായൊരു സംഭവമാണ് ഗൈസ്, എന്നെ ലാവേ തള്ളിയിട്ട് കൊന്നു ഗൈസ്. സംഭവം വേണോ വെച്ചിട്ടോ തള്ളിയതല്ല എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയാണ്. അല്ല അപ്പം ലാവയ്ക്ക് തള്ളിയിടുമായിരിക്കും. അങ്ങനെ എൻ്റെ കയ്യിലെല്ലാം പോയി, ഒക്കെ ലാവയിൽ ഒലിച്ചു പോയി ഗൈസ്. ടോട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ബ്രിഡ്ജ് ബഗ് അടിച്ചു, ഞാൻ താഴെ വീണു. ഫുൾ ടോട്ടത്തിൻ്റെ ഫയർ എക്സ്പെക്റ്റിൻ്റെ ആ ഒരു പവറും പോയി, മൊത്തത്തിൽ മുഞ്ചി ഗൈസ്. അപ്പം അല്ലാവട്ടെ, ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ തുറന്നു. അപ്പം ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബേസിലാണ്. നമ്മുടെ ടാസ്ക് നെതർ ഹബ്ബ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. അപ്പം നമ്മൾ പുതിയ പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ടാസ്കുകൾ ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ മൊത്തം ഗോൾഡാക്കിയാലോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ കയ്യിൽ ഗോൾഡ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഫുള്ളാക്കാത്തത്. ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത്, സ്റ്റോക്ക് ഇറക്കി കൊടുത്ത്, ഡയമണ്ട് കൊടുത്ത് അവന് സാധനം മേടിച്ചു ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ പോയാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഇതിങ്ങനെ ഈ വഴി കണ്ട ഗൈസ്, ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മരം കണ്ട. അതെ ഗൈസ്, നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻഡ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ വില്ലേജേഴ്സിന് ഇടണം, അതുപോലെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് സ്റ്റേഷൻസ് സെറ്റ് ചെയ്യണം. അങ്ങനെ 1-2 പണികളുണ്ട്. അപ്പോൾ അത് തന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജ് ഇവിടെ സെറ്റാണ് ഗൈസ്. വില്ലേജ് ഇവിടെ സെറ്റാണെന്നല്ല, നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഈ പൊട്ടന്മാരൊക്കെ എന്ത് പൊട്ടനാണെന്നറിയോ, വീടിൻ്റെ ഉള്ളിൽ കയറാൻ അറിയില്ല ഗൈസ്. ഇവനൊക്കെ പിന്നെ എന്ത് കണ്ടിട്ടാണ് ഗൈസ്, എന്തവനോടൊക്കെ പറയുക ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വില്ലേജിലും ഇപ്പം ഇവിടെ വർക്കിംഗ് സ്റ്റേഷൻസ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വില്ലേജറുണ്ട്, ഇതിനകത്തൊരു വർക്കിംഗ് സ്റ്റേഷൻ കൂടെ നമുക്ക് പുറത്തേക്ക് വെക്കണം. പിന്നെ ഒരു ഫാർമർ ഉണ്ട് ഗൈസ്. ഇവിടെ ഈ പൊട്ടനൊന്നും ഇത് ഫാം ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അവന്മാർ. അത് എന്തെങ്കിലും റെഡിയാക്കണം ഗൈസ്. പിന്നെ ഇവിടെ നമ്മളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടാസ്ക് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒന്നും ബെഡ് ഇട്ടിട്ടില്ല. നമ്മളെ വില്ലേജേഴ്സിനെ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ എടുത്തപ്പോൾ നമ്മൾ ആരെ പുറത്തായിരുന്നെന്നറിയോ, നമ്മുടെ ലബൂബു. എന്താ ഗൈസ് ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ അവനെ ലബൂബു എന്ന് വിളിക്കാം ഗൈസ്. ലബൂബു എന്തിൻ്റെ അത് മറ്റേ സാധനത്തിൻ്റെ പേരല്ലേ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലബൂബു. മേലെ പിടിക്കാം ടു. ഗൈസ്, ഇവ അടുത്തില്ല, ഇത് പറക്കും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. കിട്ടി. ഓക്കെ ഇറങ്ങിയോടാ ഇങ്ങനെ ഇറങ്ങി. ഇതാണ് പ്രശ്നം ഗൈസ്. ഇവൻ്റെ സ്നോ ഉണ്ടെങ്കിലേ ഇവൻ നമ്മുടെ അടുത്തേക്ക് വരത്തുള്ളൂ. അത്രയ്ക്കും സ്നേഹമില്ലാത്തവനാണ് ഗൈസ്. അതെല്ലാവട്ടെ. അപ്പോൾ നമ്മുടെ വില്ലേജ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട 1, 2, 3, 4, 5, 6, 7 വില്ലേജ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്.
7 വില്ലേജ്. പിന്നെ ഇത് നമ്മുടെ വില്ലേജേഴ്സിൻ്റെ നമ്മളൊരു ടെമ്പിൾ പോലെ സെറ്റ് ചെയ്തതാണ് ഗൈസ്. അലമ്പായ എന്ന് പറയാം, അലമ്പായെങ്കിൽ പറയുക. അപ്പം ഇതാണ് നമ്മുടെ വില്ലേജ് ടാസ്ക്. പിന്നെ ഗൈസ് അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയിലല്ല, ബില്ലയുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം, അതിൽ അവൻ കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വിടണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കൊന്നു ഗൈസ്. കണ്ട ഗൈസ്, എൻ്റെ ഡയമണ്ട് നോക്ക്, 2 സ്റ്റാക്ക് ഡയമണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. എങ്ങനെ അത് പറ, എങ്ങനെ ഗൈസ്? ഇതൊക്കെ എന്തിനാടാ? ഇതൊക്കെ ആ ബില്ല് ഓടുന്നിടുന്നതാണ് ഗൈസ്. ബില്ലല്ല, മറ്റവനാണ് ഗൈസ്, നമ്മുടെ ആൽഫ ബ്രോയാണ് ഇതൊക്കെ കൊടുന്നിടുന്നത് ഗൈസ്. ഒരു ബെറ്റെടുത്ത് കൈ പിടിച്ചേക്കാം. അപ്പം ഇതാണ് നമ്മുടെ വർക്കിംഗ് ഇത് ഗൈസ്. പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ ടൂൾസില്ല, ടൂൾസില്ല, ഒന്നുമില്ല. ബ്രോ വെയിറ്റ് ഒക്കെ. അപ്പം നമ്മുടെ കയ്യിൽ ആർമേഴ്സ് ഇല്ല, ഒന്നുമില്ല ഗൈസ്. നമ്മൾ കാലിയാണ് ബ്രോ. കണ്ടില്ലേ, നമ്മൾ ഫുള്ള് കാലിയാണ്. ചെസ്റ്റ് കുറേ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മൾ വിതറിനെ കൊന്നു ഗൈസ്, വിതറിനെ കൊന്നു. സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എന്താണ് നമ്മളെവിടെ പറഞ്ഞു നിർത്തിയെന്നറിയില്ല. കണ്ടില്ല ഗൈസ്, ബില്ലാബായ് ഹാക്കറാണ് ഗൈസ്, ബില്ലാബായ് ഹാക്കറാണ്. കാരണം ഞാനിപ്പോൾ അവിടെ നിന്നിട്ട് പോന്നിട്ടുള്ളൂ. അവൻ ഇത്ര നേരം സ്വന്തം ബേസിലുണ്ടായിരുന്നു ഗൈസ്. അവൻ ഇത്ര പെട്ടെന്ന് വിതറിനെ കൊന്നു ഗൈസ്. ഇവൻ എന്തോ സംഭവം ഹാക്യൂസ്. അപ്പം ഞാൻ അവനെ വിളിക്കാൻ പോയതാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ ഇവിടെ. അപ്പം നമ്മളും കൊന്നിട്ടുണ്ട് വിതറിനെ, അതോടെ അതിൻ്റെ ഡയമണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ 57 ഡയമണ്ടിന് നമ്മളൊരു വിതർ സ്റ്റാർ വിറ്റു ഗൈസ്. പക്ഷേ നമ്മൾ 3 വിതറിനെ കൊന്നു ഗൈസ്. ഞാനും അതുപോലെ തന്നെ ആൽഫയും പാടെ 3 വിതറിനെ കൊന്നു ഗൈസ്. അപ്പം നമ്മൾ എന്താ പറയുക, നമുക്കിപ്പം ആവശ്യമുള്ളത് ആകെ 2 സ്റ്റാറല്ലേ ഗൈസ്? അല്ല, 1 സ്റ്റാർ മതിയല്ലോ, അത്യാഗ്രഹമല്ലേ. അപ്പോൾ ഒന്നെടുത്ത് നമ്മൾ വിറ്റു ഗൈസ്. അപ്പം അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചിട്ടായിരുന്നു ഗൈസ്. പിന്നെ അതൊന്നും പറ്റിയില്ല. നമ്മുടെ അവസ്ഥ അതായിരുന്നു ഗൈസ്. കാരണം എന്നോട് ആൽഫ പറഞ്ഞു, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വിതറിനെ കൊല്ലുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമുക്കത് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അവനെന്തോ എന്തായിരുന്നു ആ ടൈം ലാപ്സ് ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ എന്തോന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എടുത്തിട്ടാണ് അവൻ വീഡിയോ ഇട്ടത് എന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടുന്ന് കാണാൻ പറ്റും. കണ്ട ഗൈസ്, കണ്ട. അപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്തില്ല ഗൈസ്. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പം അവൻ്റെ 2 വീഡിയോസും പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എന്താ ചെയ്യാം? അപ്പം നമുക്ക് യോഗമില്ല വിതറിനെ കൊല്ലുന്നതും കാണിക്കുന്നതൊന്നും നമുക്ക് വീഡിയോ ഇടാൻ. എന്തായാലും ബില്ലബായുടെ വീഡിയോ വാച്ച് ചെയ്താൽ മതി, അതിലുണ്ടാവും, അവൻ കാണിക്കുന്നുണ്ടാവും വിതറിനെ എങ്ങനെ കൊന്ന്. ഞാൻ പറഞ്ഞു തന്നില്ല ഗൈസ്. അവൻ പറഞ്ഞു തന്നില്ല ഗൈസ്. അപ്പം ഇതെങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ഇതാണ് എന്താ ഇതിൻ്റെ പേര്, ബീക്കൺ. ഇതാണ് ബീക്കൺ ഗൈസ്. അപ്പം നമ്മളിവിടെ ബീക്കൺ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഈ മല അങ്ങ് അടിക്ക് നിരത്താമെന്ന് വിചാരിച്ചു ഗൈസ്. നമ്മൾ ടെറാക്കോട്ട തെപ്പ് വന്നപ്പോൾ നമുക്ക് വേണ്ട കളറ് കോംബോ ഇട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് പെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത് ബീക്കൺ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് മരവും അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി മരവും ഇവിടെ നട്ടു വെച്ചോ, പെട്ടെന്ന് മുറിയാനും കാര്യങ്ങളും നമുക്ക് എമറാൾഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് കോഡ്സൊക്കെ വിൽക്കണം, അതുകൊണ്ട് ഗൈസ്. അപ്പം എങ്ങനെയുണ്ട് ഐഡിയ എല്ലാവരും പറയാം. അല്ല, അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷെയ്ഡ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ മറന്നതാണ് ഇടാൻ. വലിയ സുഖമൊന്നുമില്ല. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും കാര്യങ്ങളും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക. നമ്മുടെ അടുത്ത സെർവറുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പല നമ്മുടെ ഓൾ ഗെയിംസ് ആണല്ലോ, അപ്പം ഗെയിമിങ്ങിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഗെയിമിംഗ് സോൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഡ്രാഗോസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലെ പേജും നിങ്ങൾ പോയി ഫോളോ ചെയ്യുക. ഗെയിമിംഗ് സോൺ എന്ന് പറയുന്ന ഗെയിമിംഗ് സോൺ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അപ്ഡേറ്റ്സും സെർവറിൻ്റെ അപ്ഡേറ്റ്സും സെർവറിൽ ആളെ എടുക്കുന്ന ഒക്കെ അതിലറിയാൻ പറ്റും. അപ്പം അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്.